Assalamualaikum. Hi friends, welcome back. Zainusfood എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിനാക്കോലഡ, വെർജിൻ പിനാക്കോലഡ എങ്ങനെ ചെയ്യാൻ നോക്കാം. വെർജിൻ പിനാക്കോലഡ എന്ന് ഞാൻ പറഞ്ഞത് സാധാരണ പിനാക്കോലഡ റമ്മ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് അതൊന്നും ചേർക്കാതെ നല്ലൊരു പിനാക്കോലഡ നമുക്കെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇളനീര് വെച്ചാണ് ഞാൻ ഈ പിനാക്കോലഡ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂ. അതുകൊണ്ടത് മറക്കരുത്. ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പൈനാപ്പിൾ ജ്യൂസ്, 1 കപ്പ് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ വേണം. പിന്നെ 1 ഇളനീരിൻ്റെ വെള്ളം, 1 ഇളനീരിൻ്റെ കാമ്പ്. ഇളനീരിൻ്റെ കാമ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ കനം കുറഞ്ഞതെടുക്കണം, കട്ടിയുള്ളത് എടുക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത പൈനാപ്പിൾ ചേർക്കുക. അതിനുശേഷം ഇളനീരിൻ്റെ കാമ്പ് ഫ്ലഷ് ഒരെണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട്, അത് മിക്സിയിലേക്ക് ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒഴിക്കുക. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ കട്ടി 1/4 പാൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി കോക്കനട്ട് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ഞാനെടുത്ത പൈനാപ്പിൾ ജ്യൂസും എല്ലാം നല്ല മധുരമുള്ളത് തന്നെ. കൂടാതെ ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള ഡ്രിങ്ക് തന്നെയായിരിക്കും ഇത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ട എങ്കിൽ പകരം പഞ്ചസാര ചേർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുക്കുക. പിനാക്കോലഡ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഡ്രിങ്കിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കുന്നത്. പിന്നെ ഇത് ചേർത്താൽ ഡ്രിങ്ക് നല്ല ക്രീമി ആയിരിക്കും ചെയ്യും. ഞാനിത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്തത്. ഫ്രഷ് ക്രീമിന് പകരമായി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം. അതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എങ്കിൽ പഞ്ചസാര ചേർക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 8 ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഞാൻ.
അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി വെർജിൻ പെനാക്കൊലാഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ലൊരു റെസിപ്പിയുമായി മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.